2025 അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് 2025 എങ്ങനെ എത്തിച്ചേരാം, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഞാനാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നതിനായിട്ട് കയ്യിലുള്ള പണം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പണം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് വരവ് എത്രയുണ്ടോ അതിൽ താഴെ മാത്രം നമ്മളെ ചെലവാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് 30,000 രൂപ ശമ്പളമുള്ള ഒരാളാണെന്ന് കരുതുക. 30,000 രൂപ ശമ്പളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ചെലവുകൾ ഒരു 25,000-ൽ നിർത്താനും ബാക്കി ഒരു 5,000 രൂപയെങ്കിലും ഒരു സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എപ്പോഴും നമ്മുടെ വരവിനേക്കാൾ ചെറിയ രീതിയിൽ ചെലവ് ചെയ്ത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകളും സേവിങ്സുകളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളുടെ ബഡ്ജറ്റിംഗ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം മറക്കണ്ട, ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുക. നമ്മളുടെ കയ്യിലേക്ക് വരുന്ന പണം പോകുന്ന പണവും തമ്മിൽ ഒരു മാച്ചിങ് ഉണ്ടാവുക. പോകുന്ന പണം എപ്പോഴും വന്നിട്ടുള്ള പണത്തിനേക്കാൾ കുറവാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് പോസിറ്റീവ് ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തൊക്കെ അസറ്റുകൾ ഉണ്ട്, നമ്മളുടെ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഒരു 50,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, 1 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളുണ്ട്, നമ്മുടെ സ്ഥലത്തിന് ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 10 ലക്ഷമായിരിക്കും നമ്മളുടെ അസറ്റുകളുടെ അളവ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വീടിന്റെ ലോൺ ഒരു ബാലൻസ് ഒരു 6 ലക്ഷം രൂപയുണ്ട്, അതുപോലെ കാറിന്റെ ലോൺ 2 ലക്ഷം രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളത് 8 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മൾക്ക് ആകെയുള്ള ഒരു അസറ്റ് 10 ലക്ഷവും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് 8 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ 10 - 8 = 2. അതാണ് നമ്മളുടെ നെറ്റ്വർക്ക്. ഈ 2 ലക്ഷം രൂപ നെറ്റ്വർക്കിലുള്ള ഒരാളാണ് നമ്മൾ എന്ന് പറയാം. അതേസമയം പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, വീടും ഇതൊക്കെ ഉണ്ട്, അവർക്കൊരു 1 കോടി രൂപയുടെ ആസ്തി ഉണ്ട്, പക്ഷെ ലോണുകളായിട്ട് ചിലപ്പോൾ 1.5 കോടി ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്താണ്? നെറ്റ്വർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കടക്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവുന്നതോടൊപ്പം തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് പോസിറ്റീവ് ആകുന്നതിനും തീർച്ചയായിട്ടും ശ്രമിക്കും. അങ്ങനെ നെറ്റ്വർക്ക് പോസിറ്റീവ് അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ഒരു 10 ലക്ഷം രൂപയിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ 10 ലക്ഷം രൂപയിലേക്ക് നെറ്റ്വർക്ക് എത്തിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയിൽ ഈ 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ ഒരു 1 ലക്ഷം 2 ലക്ഷം ഉള്ള ഒരാൾക്ക് ആ പണത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു ബേസ് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2025 ജനുവരി മാസത്തില് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കയ്യിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണം കോമ്പൗണ്ട് ചെയ്യാനുള്ള അളവ് താരതമ്യേന കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഈ 10 ലക്ഷം രൂപ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ 10 ലക്ഷത്തിനാണ് വർധനവ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 10 ലക്ഷം എന്നുള്ള ടാർഗറ്റിലേക്ക് എത്തുക ആണ് ചെയ്യുന്നത്. പിന്നെ ഈ 10 ലക്ഷം രൂപയിലേക്ക് എത്തുന്ന ഒരാള് തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യലി ഒരു അവയർനെസ് ഉള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലാക്കാത്ത ഒരാളൊക്കെ പലതരത്തിലുള്ള കുടുക്കുകളിൽ ചെന്നുപെടാറുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ, അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകൾ പോലെ, ഓൺലൈൻ ഫ്രോഡുകൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നുപെടാറുണ്ട്. പക്ഷെ ഒരു 10 ലക്ഷം രൂപ ഒക്കെ ഒരു നെറ്റ്വർക്ക് ഉള്ള ഒരാള് കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ പണം വളർന്നിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫിനാൻഷ്യൽ അവയർനെസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിന് ഈ 10 ലക്ഷത്തിനെ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞ പോലെ 10 ലക്ഷത്തിന്റെ ഒരു 10% വർദ്ധിക്കാന്ന് പറഞ്ഞാൽ 1 ലക്ഷം വർദ്ധിച്ചു. അതേസമയം തന്നെ നമ്മളുടെ നെറ്റ്വർക്ക് 2 ലക്ഷമേ ഉള്ളൂ. അത് 50% വർദ്ധിച്ചാലും നമുക്ക് 2 എന്നുള്ളത് 3 ആവുള്ളൂ. അപ്പോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെൻസിബിൾ ആയിട്ടാണ്. നമ്മളുടെ ബേസ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു 10 ലക്ഷം എങ്കിലും ഒന്ന് ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞത്. അതാണ് മൂന്നാമത്തെ. ഇങ്ങനെ ഈ 10 ലക്ഷം രൂപ
ഒക്കെ നെറ്റ്വർത്ത് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി നമ്മളുടെ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്കിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് ഒരു തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച പ്ലാനുകൾ ഏതാണ്, നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്സലറേറ്റഡ് ആവുകയും നമ്മളുടെ നെറ്റ്വർക്ക് കൂടുതലായിട്ട് ഉയർന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരു 25 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരാളുടെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടാവണം. 30 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാവണം. 35-നും 40-നും ഇടയിലുള്ള ആളുകളുടെ അടുത്ത് ഒരു 10-25 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ ഉണ്ടാവണം. അതുപോലെ 40-നും 45-നും ഇടയ്ക്കുള്ള ഒരാൾക്ക് ഒരു 50 ലക്ഷം രൂപ ഉണ്ടാവണം. 45-നും 50-നും ഇടയ്ക്കുള്ള ഒരാള് 1 കോടി രൂപയൊക്കെ ഒരു നെറ്റ്വർത്ത് ഉള്ള ഒരാളായി എങ്കിലേ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അത്തരമൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും എത്താൻ എന്തെങ്കിലും സപ്പോർട്ട് നമുക്ക് തരാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമുക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞല്ലോ, അതായത് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആവണം, നെറ്റ്വർക്ക് പോസിറ്റീവ് ആവണം, 10 ലക്ഷം രൂപ ടാർഗറ്റ് വേണം, അതുപോലെ അതിനെ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു 5 സ്റ്റെപ്പ് ഗൈഡ് ലൈൻ കൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനം 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ജോലിയിൽ നിന്നാണ് പ്രധാനപ്പെട്ട വരുമാനമെങ്കിൽ ജോലിയിൽ ഉയർച്ച നേടാനോ അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് മാറി ഉയർന്ന ശമ്പളം നേടാനോ ഉള്ള കാര്യങ്ങൾ വേണം. അതിനായിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം. നിങ്ങളുടെ ഇപ്പൊ ടെക്നിക്കലി അറിവ് വേണ്ട ഒരു കാര്യമാണെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നേറിക്കൊണ്ട് നിങ്ങളുടെ ഒരു പ്രൈമറി ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സൈഡ് ഇൻകം അല്ലെങ്കിൽ സൈഡ് ഹസിൽസ് ഉണ്ടാക്കുക എന്നതാണ്. അതായത് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നതാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. 2019 സമയത്ത് എനിക്ക് എന്തെങ്കിലും സൈഡായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് റുപ്പിമംഗ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആസ്ക് റുപ്പിമംഗ് വാട്സ്ആപ്പ് സർവീസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ജോലിയെ ബാധിക്കാതെ, നമ്മുടെ പ്രൈമറി ഇൻകത്തെ ബാധിക്കാതെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ പരിഗണിച്ചാൽ മാത്രമേ നമ്മൾ ആദ്യം പറഞ്ഞ ക്യാഷ് ഫ്ലോ പോസിറ്റീവിലേക്ക് എത്തുകയും തുടർന്ന് നെറ്റ്വർക്ക് പോസിറ്റീവിലേക്ക് എത്തുകയും നെറ്റ്വർക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സേവിങ്സ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളത്. ഇൻകം ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ പരിചയത്തിൽ തന്നെ 3, 3.5, 4 ലക്ഷം രൂപ സാലറിയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇത്തരം ആളുകൾക്ക് കയ്യിലൊന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഒന്നുമില്ല. കാരണം എന്താ? ഈ 3.5 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് തന്നെ പൊടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള പണം മൊത്തം ചെലവാക്കുക എന്നതിന് പകരമായിട്ട് നമ്മൾ സ്മാർട്ട് സേവിങ്സ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശമ്പളം വരുന്നതിന് പിറ്റേ ദിവസം തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP പോയി കഴിഞ്ഞാൽ ഇപ്പൊ 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ ഒരു 50,000 രൂപ SIP പോയി കഴിഞ്ഞാൽ ബാക്കി 3 ലക്ഷം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള സേവിങ്സ്, അത് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുക. സേവിങ്സ് മാത്രം നടത്തിക്കൊണ്ട് നമുക്ക് പണക്കാരനാവാൻ പറ്റില്ല. നമ്മുടെ പണം കൃത്യമായിട്ടുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റഡ് ആവുക. അതിപ്പോ ഏതൊക്കെ ആവാം? സ്റ്റോക്കുകളാവാം, സ്റ്റോക്ക് അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളാവാം, സ്വർണ്ണമാവാം, റിയൽ എസ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് തരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രയത്നം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ പ്രൈമറി ഇൻകം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സൈഡ് ഹസിൽ അല്ലെങ്കിൽ സൈഡ് ജോലികളിൽ നിന്നുള്ള വരുമാനവും കൺസിസ്റ്റന്റ് ആയിട്ട് കൂട്ടുന്നതിനായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക. അത് കൃത്യമായിട്ട് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഈ ഒരു രീതി ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും 2025-ലും തുടർന്നും കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ എത്താനായിട്ട് സാധിക്കും. അത് എത്താൻ കഴിയട്ടെ എന്നുള്ള ഒരു ആശംസയോടെ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത് 8848030018 ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്.